കവിതയിലെ ആരായത് കറക്റ്റ് ചെയ്ത് കൊടുക്കാന്നറിയില്ല. പിക്കെന്നൊക്കെ ഇതിന് കോപ്പെന്നങ്ങ് മാറ്റിക്കളഞ്ഞു ഉണ്ടോ. അയാൾ ദേഷ്യത്തിൽ പിക്കെന്ന് വിളിക്കുന്നത്, പക്ഷെ അതാരോ പോലീസുകാരൻ തന്നെ അങ്ങ് ആക്കി കിട്ടിയിട്ടേ. ഇതിനിടയ്ക്ക് ആരും ഇതിനകത്ത് കൈ കിടക്കിയിട്ടുണ്ട്. ഞാൻ അടിക്കാനേ ശരിയാവുള്ളൂ. അടിക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് പോകാൻ പറ്റും. അതാ വേറൊരു പലതും. ഇനിയിപ്പോ 17-ന് പോവല്ലേ? ഇനിയിപ്പോ ജൂലൈ അല്ല ജൂണിൽ കിംവദന്തി മാധ്യമം. മാധ്യമത്തിൻ്റെ പേരാ കിംവദന്തി. ക്രിയേറ്റീവായിട്ട് അല്ലേ? കുറേ കാലം ഞാനിങ്ങനെ ഇരിക്കുന്ന ലൈൻ കൊള്ളായി ഡ്രോയിങ് അല്ലേ? എന്താണെന്ന് ഇപ്പോൾ സംശയം. ഇതുണ്ട് സാധനം. ചിലത് നമുക്ക് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര നമ്മൾ തന്നെ ചെയ്തതാണോ ഇപ്പൊ ചെയ്താണോ ഇങ്ങനെ? ഞാൻ ഈ ഇടയ്ക്ക് എന്തോ എടുത്ത് എന്റെ പഴയ ഡയറി ഇങ്ങനെ കിട്ടി. ഞാൻ വായിച്ചപ്പോ ഇതൊക്കെ ഞാൻ തന്നെയാണോ എഴുതിയത്. ഇതുപോലെ ഈ ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് ഞാൻ വേറെ വെച്ച് ഫസ്റ്റ് ചെയ്ത് 10 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു. ഡൽഹിക്കൊക്കെ പോകാനായിട്ട് ഓരോരുത്തർ 10 രൂപയ്ക്ക് മേടിച്ചിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഡൽഹിക്ക് പോയിരുന്നു. ശരിയാണ് പറയുന്നത്. അങ്ങനെ കാലം ഇതൊക്കെ നമ്മുടെ വർക്കുകളാണ്. 74 കൊറിയേറ്റഡ് പേപ്പർ ഇങ്ങനെയൊക്കെ 76 ഇതൊക്കെ കളർ അങ്ങനെ ഉപയോഗിക്കാറുണ്ടായില്ല. അധികം ഉപയോഗിക്കാം. കൺവെർസേഷൻ തല ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വർദ്ധന വരാൻ പറ്റുന്നത്. കള്ളാ പറയും, തല പറഞ്ഞ കള്ളാന്ന് മനസ്സിലായി. ഇതൊക്കെയാണ് എഗ് ആൻഡ് നാഷണാലിറ്റി. ഇത് രാജീവ് ഗാന്ധി ശ്രമിക്കുന്നു 85 അല്ലോ അല്ലേ? രാജീവ് ഗാന്ധിയുടെ ഭരണം ആ സമയത്ത് കണ്ടല്ലേ? എഗ് ആൻഡ് നാഷണാലിറ്റി നാസി കുറേ ഉണ്ട്. എഗ് ആൻഡ് നാഷണൽ ഈ എഗ് എന്തിൻ്റെ മെറ്റഫറ? എഗ്ഗിൻ്റെ മെറ്റഫറ. ഇപ്പം ഞാൻ മെറ്റഫറിനെ കളിയാക്കുന്നത് ഞാൻ ഉണ്ട്. എഗ് ആൻഡ് നാഷണൽ എഗ്ഗായിട്ട് ഞാൻ മെറ്റഫറ ഉപയോഗിക്കാറില്ല. ഷുഗർ കാ പെറ്റ ഈ പന്നിയുടെ മലയെന്ന് വിളിക്കില്ലേ? അതൊരു പന്നിയുടെ മാസ്ക് വെച്ചിട്ട് വേറൊരു പന്നിയെ എടുത്തൊരു പയ്യുന്നുണ്ട്. ഷുഗർ കാ പെറ്റ ഭാഷയെന്ന് ഞാൻ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഭാഷയുടെ ഞാൻ ഈ ശില്പം ഭാഷയുടെ രീതിയിൽ അങ്ങനെയാവാം അല്ലേ? ഷുഗർ കാ പെറ്റ എന്നൊരു ഡ്രോയിങ് അങ്ങനെ വർത്താനം പറയുന്ന ഒരു ഭാഷ. അത് ഞാൻ മുമ്പേ പറഞ്ഞു, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. എന്താ പറഞ്ഞ വർത്താനം പറയുന്ന പോലെയുള്ള അല്ല, സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അല്ലേ? ദൃശ്യഭാഷയല്ല, ലാംഗ്വേജ് ആണ്. ദൃശ്യഭാഷയല്ല, സാധാരണ ഭാഷ. നല്ല കറക്റ്റ് വാക്ക് കിട്ടിയപ്പോൾ ദൃശ്യഭാഷ എന്ന് ഉപയോഗിക്കുന്ന ആ ഭാഷയല്ല, നമ്മുടെ സംസാര ഭാഷ. സംസാര ഭാഷയാണ് മറ്റു ഭാഷയായിട്ട് മാറുന്നത്. സംസാര ഭാഷ വിഷ്വൽ ഭാഷയാണ്. മറ്റേ ദൃശ്യഭാഷ എന്ന് പറയുന്ന സാധനം വേറെയാണ്. സംസാര ഭാഷ വിഷ്വൽ ഭാഷയാണ്. അത് അങ്ങനെയാണ് ഇതിനൊക്കെ വരുന്നത്. അങ്ങനെ അതിൻ്റെ തുടർച്ച ഇതൊക്കെ ആയിരിക്കും തോന്നിയത്. ഇപ്പം തോന്നിയത് കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത്. ചില സമയത്ത് എഴുതാറുണ്ട് തോന്നും, ചില സമയത്ത്. പക്ഷെ രണ്ടും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എഴുതും. അത് അതിൻ്റെ കൂടെ വരുന്ന ആ വർക്കിൻ്റെ കൂടെ വരുന്ന എഴുത്ത്
പക്ഷെ അതിൻ്റെ ശരിക്കും ഒരു ഇല്ലസ്ട്രേഷൻ അല്ല, എഴുതിയതിൻ്റെ ഇല്ലസ്ട്രേഷൻ അല്ല വർക്ക്. രണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. വർക്കില്ലേ, ഈ വർക്ക് റൈറ്റിങ്ങേ ഉള്ളൂ. പെയിൻറ്റിങ് ഡ്രോയിങ് വളരെ ചെറുതാണ്. അങ്ങനെ കുറേ കാലം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. സൈഡിലാക്കിയതില്ലേ ഡ്രോയിങ്സ് ഒക്കെ. റൈറ്റിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയത്. മറ്റേത് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്ന പോലെ ഡ്രോയിങ് ക്യാപ്ഷൻ ആവുകയും ക്യാപ്ഷൻ മറ്റേതാവുകയും ചെയ്യുന്നത് ഇതുണ്ടല്ലോ. ക്യാപ്ഷൻ വർക്കാവുകയും ടൈറ്റിൽ ഡ്രോയിങ് ആകും. ചെറിയ ബുക്കുകളൊക്കെ ഇങ്ങനെ അതിലൊക്കെ ചെറിയ ഡ്രോയിങ്സ് ചെയ്ത് പോവും. എഴുത്തും ഡ്രോയിങ്സും ട്രാവലും കുറേ ഉണ്ട്. കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ബുക്കുകൾ കുറേ. മനസ്സ് എഴുത്തിന് എന്താണെന്ന് വെച്ചാൽ മനസ്സ് വളരെ ഫ്രീ ആയി. വേറെ എൻഗേജ്മെൻറ്റ് ഇപ്പം എനിക്ക് കൽക്കട്ടയിൽ പോകണം, ഇവിടെ പോകണം, അത് വേണം, ഇങ്ങനത്തെ ഒരുപാട് കുക്കിങ്, ഇത് ഒരുപാട് സാധനങ്ങൾ വരികയാണെങ്കിൽ അത് കിട്ടില്ല. മറ്റേ നമ്മൾ കംപ്ലീറ്റ് ഔട്ട് ഓഫ് ലൈഫില്ല. നമ്മുടെ ഇതിനല്ലാതിരിക്കുന്ന സമയമുണ്ടല്ലോ, ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ ആ സമയത്ത് ഇത് വരും. ഇപ്പം അവരുടെ വെച്ചൊക്കെ ഒരുപാട് എഴുതുമായിരുന്നു. സൂര്യ സ്കൂളിൽ വെച്ച് എഴുതുമായിരുന്നു. എൻ്റെ ഫാദർ ചിലപ്പോൾ കവിത എഴുതുന്നതായി എലിമെൻ്റ് ഉണ്ടോ എല്ലാം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് വേറെ സംഭവം, ഈ അച്ഛൻ ദേവസ്ഥയിലായിരുന്നല്ലോ. അപ്പം ഇപ്പോഴത്തെ അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ടല്ലോ, അത് അന്ന് തീ പിടിച്ചു പുതുതുണ്ടാക്കി. ചെങ്ങന്നൂർ ഒരു സാധനമാണ്, പുതുതുണ്ടാക്കിയൊരു പെട്ടിയിലോ മറ്റേ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് വേറെ ചെറിയ പ്രായം, കുട്ടിയല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. അതിന് കണ്ണ് വരച്ചിട്ടില്ല, കൊണ്ടേ വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മൂക്കത്തിട്ടു. കുഞ്ഞുങ്ങളാരും പറയില്ല, മൂക്കിലിങ്ങനെ മൂക്ക് പൊങ്ങിയിരിക്കുന്നത് മിനിമിനാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അയ്യങ്കാരനാണ്ടായിരുന്നു അച്ഛൻ്റെ എവിടെ വന്നാൽ ഇവനൊരു കവിയാവുമല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ ഓർക്കണം, ഞാൻ കവി ആയില്ലെന്ന് മാത്രം. അത് ഞാൻ പിന്നീട് ഓർത്ത. അങ്ങനെ പറയുന്നത് കവിയാവുമല്ലോ. വിശക്കാത്തവർ വിശപ്പന്വേഷിക്കുന്നു, ജീവിതം തന്നെ പലർക്കും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ആരും അറിയുന്നില്ല. കാലം ഒന്നുകൂടി കഴുകി വെക്കാതെ പറ്റില്ല, കാലം ഒന്നുകൂടെ കഴുകി വെക്കാതെ പറ്റില്ല. അങ്ങനെ ഒരു കവിത ഉണ്ടായിരുന്നു. വിശക്കാത്തവർ വിശപ്പന്വേഷിക്കുന്നല്ലേ, വിശക്കാത്തവർ വിശപ്പന്വേഷിക്കുന്നു എന്നൊക്കെ. ഈ പട്ടിണി കിടന്ന പട്ടിണി എന്താന്നൊക്കെ കലാകാരന്മാർ അന്വേഷിക്കുമല്ലോ. അത് പട്ടിണി കിടക്കുക, കാശില്ല, പക്ഷെ മാസം മാസം കാശ് അവർക്ക് വരും. അതുകൊണ്ട് പേടിക്കട്ടെ. അല്ല, ഒരു വരവൊന്നുണ്ട്. നമ്മളൊക്കെ പട്ടിണി കിടക്കുകയെന്ന് വെച്ചാൽ എന്ന് വരുമെന്ന് പോലും അറിയില്ല. പൈസ വന്നാവൊന്നും ഇല്ലെങ്കിലും. മറ്റേ ചിലർ മാസം ചേട്ടന്മാരോ ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അത്രയും ദിവസമൊക്കെ പട്ടിണി കിടന്നാലും പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നത് എനിക്കറിയാം. വേറെ ഒരാൾ അറിഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നാണ്. അതുകൊണ്ടാണ് ഈ എഴുത്തൊക്കെ വരുന്നത്. തുടങ്ങുകയായി, ഭയക്കരുത്. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. നിന്നെ മനസ്സിൽ ആഴ്ത്തിറങ്ങിയ വായിക്കാൻ വയ്യ. നീ തന്നെ ഊതിക്കെടുത്തണം. എന്താണോ നിന്റെ ജനനത്തെ നീ തന്നെ പിരാകും. മനസ്സിലാവണം. നിന്റെ മരണത്തെ നീ തന്നെ പുൽകും. അമ്മേ, നിനക്ക് വേണോ ഇത്തരമൊരു ഭൂമി? നിന്റെ പിറകിൽ നിൽക്കുന്നവർ മനുഷ്യർ. ആർക്ക് ആ മനവില്ലാക്കാനായി എന്തിനു നീ അടിക്കുന്നു? ജനനത്തിൻ്റെ മടക്കി മടക്കുള്ളതിൽ നീ ഇങ്ങനെ കുറേ ഉണ്ട്. ഇതൊന്ന് വലുതാക്കിയിട്ട് വായിച്ചു നോക്കി വേറെ എഴുതണം, മാറ്റി എഴുതണം. മറ്റേ വായിക്കാൻ പറ്റില്ല. ഞാൻ എന്ന് എഴുതിയാൽ 89. അല്ലയോ മകനെ, നിനക്ക് മാത്രമുള്ള കഴിവുകൊണ്ട് ഈ ഭൂമിയെ ജീവിതമുള്ളതാക്കി മാറ്റും. സ്വന്തം വയറിൻ്റെ മുമ്പിൽ പാവലിന് പന്തലിടണം, കപ്പയ്ക്ക് തടവെടുക്കണം, പ്രപഞ്ചമൊക്കെ നോക്കി നിന്നാൽ ഉഴുത്തുപോവും പാവലും വാടിപ്പോവും കപ്പയും. എന്നാലും ഒരു നിമിഷം തികച്ചെടുക്കാനാവില്ലേ? എന്നാലും ഒരു നിമിഷം
തിരികെ എടുക്കാനാവില്ലെന്നോ തികച്ചെടുക്കാനാവില്ല. എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയോ തോന്നിയതെന്ന് പാവലിന് പന്തലിടണം, കപ്പയ്ക്ക് തടമെടുക്കണം. അത് എനിക്കൊരു ഫിലോസഫിയിൽ അങ്ങനെ ആകാശം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കും എഴുതി ചിലപ്പോൾ. പാവൽ പൂത്തു പോവും, കപ്പ പോവും. അയ്യോ ഇതാ ഞാൻ ചെറുതായി ഉരുട്ടുന്നു ഈ പന്തിനെ. ഇതാ ഭൂമിയെ പറ്റി പറയുന്നില്ലേ, അവസാനം അങ്ങനെ. ഇതെന്ത് കഥയാണ്? വെള്ളമാണോ കഞ്ചാവായിരുന്നു?